ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ റേറ്റിലുള്ള പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ. നമ്മൾ എല്ലാം ബോഗൺവില്ലാസിൻ്റെ ഒരു 13 വെറൈറ്റീസ് ഹൈബ്രിഡ് ഇനങ്ങളുമായിട്ടാണ് വരുന്നത്. വീഡിയോയ്ക്ക് മുന്നേ തന്നെ നമ്മൾ ഇത്തവണ പ്ലാന്റ് സൈസും ഏതൊക്കെ വെറൈറ്റീസാണ് എന്നുള്ളത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അതായത് വീഡിയോ അവസാനം വരെ കാണാതെ പോയവർ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റ് റേറ്റും കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ലാസ്റ്റാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഫസ്റ്റിലേ കൊടുക്കുകയാണ് കേട്ടോ. ഒരു 13 വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ചെറിയ ഈ ഇതിനകത്ത് കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. എല്ലാം നമ്മൾ ഫ്ലാറ്റ് റേറ്റ് ആയിട്ട് 150 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. എല്ലാം ഇതിനകത്ത് ഹൈബ്രിഡ് വെറൈറ്റീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള യാതൊരു വെറൈറ്റീസും വരുന്നില്ല. കുറേ പേര് ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ അതിനകത്ത് ഹൈബ്രിഡ് വെറൈറ്റീസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇത് കുറേയൊക്കെ നോർമൽ വെറൈറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ തുടക്കക്കാർക്കൊക്കെ മനസ്സിലാവാത്തതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണിക്കുന്നതിൽ ഒരു തരം നോർമൽ വെറൈറ്റീസും ഇല്ല കേട്ടോ. ഇപ്പോൾ ചില്ലി യെല്ലോ, ചില്ലിയുടെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇനി ഇത് പിടിച്ച് കിട്ടുമോ ഇങ്ങനത്തെ ചെറിയ പ്ലാന്റ്സ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും പിടിച്ച് കിട്ടും. ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് നമ്മളെടുത്തിട്ട് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആക്കി നമ്മുടെ കയ്യിൽ ഒരു മാസത്തോളം 1.5 മാസത്തോളമൊക്കെ വെച്ച് വലിയ പ്ലാന്റ്സ് ആക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യണത്. ഇത് നമ്മുടെ ഡോക്ടർ റാവു എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഡോക്ടർ റാവുവിൻ്റെ റെഡാണ്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. വെരിഗേറ്റഡ് ലീവ്സ് വരുന്ന ചെടികൾ, ബോഗൺവില്ലാസ് എടുക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ വെരിഗേറ്റഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ പൂക്കാലം കഴിഞ്ഞാലും ആ ഒരു വെരിഗേറ്റഡ് ഇലകൾ കൊണ്ട് നമ്മുടെ ചെടിയെ എപ്പോഴും മനോഹരമാക്കി നിർത്താനായിട്ട് കഴിയും. ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്ന സുന്ദരി എന്ന് പറയുന്നത് ചിത്ര വെരിഗേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മുടെ കയ്യിൽ 2 വെരിഗേറ്റഡ് പ്ലാന്റ്സ് ആണ് വരുന്നത്. ഈ കാണുന്ന സൈസിലാണ് കേട്ടോ പ്ലാന്റ്സ് വരുന്നത്. പിന്നെ ഈ കാണുന്ന കവറോട് കൂടിയിട്ട് നമ്മൾ അയക്കില്ല. ഇതിനകത്ത് കുറച്ച് മണ്ണ്, അത്യാവശ്യം ആവശ്യമുള്ള മണ്ണ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. അങ്ങനെ അയക്കുമ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ ആ മണ്ണ് അതൊന്ന് ഇളക്കി മാറ്റാതെ ആ മണ്ണോട് കൂടി തന്നെ റീപോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക് കവറുകളിൽ ബോഗൺവില്ല വെക്കാതെ നോക്കണം. ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഫ്ലവർ വന്നു തുടങ്ങും കേട്ടോ. അപ്പം നമ്മൾ ഫ്ലവർ വരും എന്ന് പറഞ്ഞതുകൊണ്ട് അത് വെറും വാക്കല്ല, നമ്മളിവിടെ ഒരു തെളിവ് സഹിതം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇനി നമ്മൾ ഈ കാണുന്നത് ചില്ലി വെറൈറ്റീസിൽ പെട്ട ഒരു ഇനമാണ് കേട്ടോ. അതായത് ചില്ലി ഐസ്ക്രീം, ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച്, ചില്ലി യെല്ലോ, ചില്ലി വൈറ്റ്, ഇങ്ങനെ 5 തരത്തിൽ നമുക്ക് വരുന്നുണ്ട് പ്ലാന്റ്സ്. അപ്പോൾ ഇത് ചില്ലി ഓറഞ്ച് ആണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് 2-3 പ്ലാന്റ്സിൽ ഫ്ലവർ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന സൈസാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമുക്ക് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണയ്ക്ക് നമ്മൾ ഇത്തിരി വലിയ പ്ലാന്റ്സാണ് നമ്മുടെ കയ്യിൽ കൊടുത്തിരുന്നത്. വലിയ പ്ലാന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് നമ്മൾ അങ്ങനെയും തരാം കേട്ടോ. അതും ഒരുപാട് റേറ്റിലൊന്നുമല്ല, ഒരു മിതമായ വിലയ്ക്കാണ് നമ്മൾ തരുന്നത്. ഇനി ഈ കാണുന്നത് ചില്ലി വൈറ്റ് ആണ് കേട്ടോ. ചില്ലി വൈറ്റിൻ്റെ പ്ലാന്റ് സൈസാണിത്. ഇതും ഒരു പൊടിയിൽ ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലത് ഇത്തിരി വലിപ്പമുള്ളതായിരിക്കും, ചിലത് ചെറിയ പ്ലാന്റ്സും ആയിരിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പ്ലാന്റ്സ് ചെയ്തും കൊണ്ടിരുന്നപ്പോൾ കുറേ പേര് പറഞ്ഞു നമുക്കിതിലും കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിൽ കൊണ്ടുതരുമോ, ചെറിയ പ്ലാന്റ്സ് ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ്ട് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കുറേ പേരായിട്ടോ നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണേ. നമുക്കും ഇതുപോലെ കഴിഞ്ഞ കുറച്ച് പ്ലാന്റ്സ്, വലിയ പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാം കൂടി എടുത്ത് ബൾക്കായിട്ട് ചെയ്യാനും പറ്റില്ല. ഞാൻ മാത്രമാണ് ഇതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തോ യാദൃശ്ചികമായിട്ട് ഇപ്പോൾ നമുക്കും നല്ലൊരു ഡീലർ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് കയ്യോടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ 1 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. നമ്മളത് അത്രയും അണ്ടർലൈൻ ചെയ്ത് പറയണത് നമ്മുടെ കയ്യിൽ ഒരു പ്ലാന്റ്സിൽ ഫ്ലവർ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ട വെറൈറ്റി എന്ന് പറയുന്നത് ചില്ലി യെല്ലോ ആയിരുന്നു. ഇത് നമ്മുടെ മൊണാലിസ റെഡാണ് കേട്ടോ. മൊണാലിസ റെഡ് നല്ല ഭംഗിയുള്ള പൂവാണ്. നമ്മളെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നോക്കിക്കോളൂ അതിനകത്ത് ഏതൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ മൊണാലിസ റെഡ് അങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് ഇത് ഞാനിവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടുന്ന പ്ലാന്റ്സ് എടുത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്, അല്ലാതെ നമ്മൾ നേരത്തെ കൂട്ടി എടുത്ത് വെച്ച പ്ലാന്റ്സ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മുടെ കാറ്റലോഗ് നോക്കിയിട്ട് ആ 13 വെറൈറ്റീസിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ
സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതിയേ. ഇനി നമ്മൾ ഈ പ്ലാന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചട്ടിയിലേക്ക് വെക്കണം കേട്ടോ. ചട്ടിയിലേക്ക് ബോഗൺവില്ല വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് അതിൻ്റെ ഒരു ഗ്രോത്ത് വരിക. ഇപ്പം നമുക്ക് ഈ കവറിനകത്ത് ഇരിക്കുമ്പോൾ അയ്യോ തീരെ കുഞ്ഞു പ്ലാന്റ്സ് ആണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് നമുക്ക് ചട്ടിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു സ്റ്റാൻഡേർഡ് അങ്ങോട്ട് മാറും കേട്ടോ. ഇപ്പോൾ ചില പ്ലാന്റ്സിന് നമ്മുടെ കയ്യിൽ ഭയങ്കര ക്ഷീണമുണ്ട്. അതിപ്പോൾ ഇന്നൊക്കെ ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് ഇവിടെ വന്ന് ഇറങ്ങി നമ്മൾ ഇതേ രീതിയിലൊക്കെ സെറ്റാക്കി വെച്ചത്. അതിൻ്റെയാണ് നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ. തിങ്കളാഴ്ച മുതലാണ് പ്ലാന്റ്സ് അയച്ചു തുടങ്ങുള്ളൂ. ഈ ചെറിയ വെറൈറ്റീസ്. ഇതിൻ്റെ കൂടെ വലിയ വെറൈറ്റീസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഈ കാണുന്നത് ചില്ലി റെഡാണ്. ചില്ലി റെഡിൽ കാണുന്ന സൈസാണ് കേട്ടോ ഇത്. അത്യാവശ്യം എല്ലാം നല്ല പ്ലാന്റ്സ് തന്നെയാണ്. അത് നമ്മൾ എടുത്തെടുത്ത് പറയുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഇന്ന് വരെ ആർക്കും ഒരു മോശം സാധനം കൊടുത്തിട്ടില്ല. ID കൺഫേം അല്ലാത്ത പ്ലാന്റ്സും നമ്മൾ സെയിൽ ചെയ്തിട്ടില്ല. യാദൃശ്ചികമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ വരുള്ളൂ. അപ്പോൾ എനിക്കറിയാം ഈ ഒരു വീഡിയോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സെയിലായിരിക്കും എന്നുള്ളത്. മെസ്സേജിന് റിപ്ലൈ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആരും നമ്മളെ വിളിക്കരുത്. പരമാവധി നിങ്ങളെല്ലാവരും മെസ്സേജ് തന്നെ അയച്ചോളൂ കേട്ടോ. കാരണം അതാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് മെസ്സേജ് വരുന്നത് അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം വരുന്ന മെസ്സേജുകൾക്കാണ് കേട്ടോ റിപ്ലൈ കൊടുത്ത് തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ ഈ കണ്ട വെറൈറ്റി എന്ന് പറയുന്നത് റൂബിയാണ് കേട്ടോ. റൂബി റെഡിൽ ചെറിയ പ്ലാന്റ്സ് ആണ്. റൂബിയുടെ നമുക്ക് വലിയ പ്ലാന്റ്സ് വിത്ത് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫേസ്ബുക്കിൻ്റെ പേജ് ഇപ്പോൾ 2-3 ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നിശാഗന്ധി നവ്യ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്കും നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ 2 ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും 600-ന് മേലെ ഫോളോവേഴ്സാണ് കേട്ടോ നമുക്ക് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ തന്നെ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം നമുക്ക് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാനുള്ളൊരു സമയമില്ല. ഇതേപോലെ ഫ്ലെയിം റെഡാണ്. ഫ്ലെയിം റെഡിലും നമ്മുടെ കയ്യിൽ വലിയ പ്ലാന്റ്സും ഉണ്ട്, ചെറിയ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. ബൊഗെയിൻവില്ലയ്ക്ക് മാത്രമായിട്ട് നമ്മുടെ ഒരു വാട്സപ്പിൻ്റെ ചെറിയൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റെഡിനകത്ത് ഒരുപാട് വെറൈറ്റീസ് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മുടെ കയ്യിൽ ഫ്ലെയിം റെഡ്, റൂബി റെഡ്, ചില്ലി റെഡ് അങ്ങനത്തെ റെഡുകളാണ് ഉള്ളത്. താങ്ലോങ് റെഡൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ ടൊമാറ്റോ റെഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ കേരളത്തിനകത്ത് ആരും സെയിൽ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ ടൊമാറ്റോ റെഡും നമ്മൾ 150 രൂപയായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതിനകത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ റെഡിൽ നമുക്ക് വരുന്നത്. ഇനി നമ്മുടെ ഈ ടൊമാറ്റോ റെഡിന് ശേഷം വരാൻ പോകുന്ന സുന്ദരിയാണ് പർപ്പിൾ ക്യൂൻ. പർപ്പിൾ ക്യൂൻ നല്ല അടിപൊളി പൂവാണ് കേട്ടോ. നല്ല കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വയലറ്റ് കളർ തന്നെയാണ് പർപ്പിൾ ക്യൂനിന് വരുന്നത്. ഈ ബോഗൺവില്ലയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ ഇതിനകത്ത് തളിരുകൾ വരുന്നത് നമ്മളിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നുകിൽ നമുക്ക് കൈ കൊണ്ട് നുള്ളിയിടാം, അതല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തളിരുകൾ കട്ട് ചെയ്ത് വിടാം. അപ്പോൾ അതിന് ശേഷം നല്ല രീതിയിൽ ഇതിൻ്റെ ബുഷായിട്ട് വന്നിട്ട് നിറയെ പൂക്കളുണ്ടാവും. കുറേ പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എല്ലായിടത്തും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ മാത്രം അങ്ങനെ നീണ്ടു പോയിട്ടാണ് നിൽക്കണേന്ന്. അപ്പോൾ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ കേട്ടോ. പുതിയ പുതിയ ഇലകൾ വരുന്നത് അനുസരിച്ചിട്ട് അതിൻ്റെ തളിര് നമ്മളിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഈ കാണുന്നത് ചില്ലി ഐസ്ക്രീമാണ്. ചില്ലി ഐസ്ക്രീമിനകത്തും അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഈ ചില്ലി ഐസ്ക്രീം, ചില്ലി ഓറഞ്ച്, ചില്ലി വൈറ്റ്, ചില്ലി യെല്ലോ എന്ന് പറഞ്ഞു വരുന്ന വെറൈറ്റീസിൻ്റെ എല്ലാം ഇലകൾ ഏകദേശം ഒരേപോലെയാണ്. ഇനി ഞാൻ പറഞ്ഞു ഈ ഇതേ സൈസിൽ ഫ്ലവർ ഉണ്ടാവുന്നുള്ളല്ലേ, അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ സ്പ്ലാഷാണ് കേട്ടോ. സ്പ്ലാഷിനകത്ത് ഒട്ടുമിക്ക എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ഉള്ളതാണ്. അപ്പോൾ അത് ഇത്തിരി സസ്പെൻസ് ആക്കിയിട്ട് ഞാൻ അവസാനം കാണിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റ് സൈസും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. ഈ സ്പ്ലാഷിൻ്റെ കമ്പ് വലുതായി വരുമ്പോൾ അത് ഇങ്ങനെ കനം കുറഞ്ഞ കമ്പായി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതിനെ ഡയറക്റ്റായിട്ട് ഹാങ്ങിങ്ങിൽ ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ സ്പ്ലാഷിനകത്ത് ഫസ്റ്റ് ഫ്ലവർ വരുന്നത് വൈറ്റിലായിരിക്കും കേട്ടോ. വൈറ്റ് കളർ വന്നിട്ടാണ് പിന്നെ അത് പതിയെ ഷെയ്ഡ് മാറി പോവുകയാണ് ചെയ്യുക. ഇനി ഞാനിവിടെ ഒരു പ്ലാന്റ് എടുത്തിട്ട് ഒരു കാര്യം കാണിച്ചു തരാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കാണുന്ന ചിലർ വിചാരിക്കുന്നുണ്ടാവും, അപൂർവം ചിലരാണ് അവർ വിചാരിക്കുന്നത് അയ്യോ ഇത് വെറുതെ കമ്പ് വെച്ചതല്ലേ, ഇത് കമ്പല്ലേ ഇവർ തരുന്നത് എന്ന്. ഇത് കമ്പല്ല, ഇതിലും കുഞ്ഞ് പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നവരുണ്ട്. അതിനെ ഗുട്ടി പ്ലാന്റ്സ് എന്നാണ് ആ പ്ലാന്റ്സിനെ വിളിക്കുക. അതായത് ലെയർ ചെയ്ത് പോകുന്ന ചെടിയിൽ നിന്നും റൂട്ട്സ് വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നത്. അത് പിടിച്ച് കിട്ടാൻ ഒട്ടും ചാൻസ് ഇല്ല കേട്ടോ. അത് 100-ൽ ഒരു 2% പിടിച്ച് കിട്ടിയാൽ കിട്ടി. നമ്മൾ ആരാണെങ്കിലും പൈസ കൊടുത്ത്, ഇപ്പം നിങ്ങളാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെടിയിൽ പൂവുണ്ടായി കാണാൻ ഇഷ്ടപ്പെട്ടിട്ട് പൈസ തന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ അതും നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടി തന്നെ ചെയ്യണം എന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ
DTDC വഴി അയക്കുമ്പോൾ അവർ ചിലപ്പോൾ ബോക്സ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഇടുമ്പോൾ ബൈ ചാൻസ് നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ ഇതിൽ നിന്ന് മണ്ണ് അടർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് വെച്ചിട്ട് തന്നെ നിങ്ങൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മണ്ണിലേക്ക് ഇത് നടാം. ഇത് നടുമ്പോൾ യാതൊരു പോട്ടി മിക്സും കൊടുക്കരുത്. നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നതാണ്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഏത് മണ്ണാണോ ആ മണ്ണ് വെച്ചിട്ട് മാത്രം അത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. പിടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളതിനെ തണലത്ത് നിന്നും വെയിലത്തേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർക്ക് അത്രയും നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻസ് കൊടുക്കും കേട്ടോ. നല്ലൊരു സർവീസ് കൊടുക്കാനാണ് ഈ 4 വർഷമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്രയും വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും എന്നുള്ളവർക്ക് അതെ നമ്മുടെ കൂടെ കൂടിക്കോളും. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.